ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മാവിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ റവ അങ്ങനെ ചേർക്കാറില്ല. ഇന്നൊരു വെറുതെ ഒരു ഇതിന് വേണ്ടി റവ അങ്ങ് ചേർത്തു. അതിൽ ഉപ്പും ചേർത്തിട്ട് അതൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. അപ്പം ഞാനവിടെ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. ചായക്കും തിളപ്പിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇതിവിടെ ഇരിക്കട്ടെ. ഇന്നലെ രാത്രിയിൽ ഞാൻ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ച് എന്നിട്ട് വെള്ളം വാലാനായിട്ട് ഈ ചാലിപ്പാത്രത്തിൽ വെച്ചിരുന്നു. അതങ്ങ് ഇത്തിരി ഒന്ന് വെന്ത് പോയി. ഒരു വിസിലടിച്ചിട്ട് ഞാൻ പ്രഷർ തുറന്ന് വിടുന്നേ, പക്ഷേ പ്രഷർ തുറന്ന് വിട്ടില്ല. അപ്പോഴത്തേക്കിനത് നന്നായി ചിലത് നന്നായിട്ടങ്ങ് പൊളന്നിങ്ങനെ വന്നു. പക്ഷേ ഇങ്ങനെ വേവുന്നേ നല്ലത് നമുക്ക് ഉരുളൻകിഴങ്ങ് ഈ മസാല ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കട്ടെ. ഉരുളൻകിഴങ്ങ് മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ ഒരു 3 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു 4-5. അത് ഒട്ടും എരിവുള്ള പച്ചമുളകല്ലേ. അപ്പോൾ ഇവിടെ ഈ മസാലയ്ക്കകത്ത് പച്ചമുളക് ഇടുവാണെങ്കിൽ ഇവരാരും കഴിക്കത്തിലെടുത്ത് മാറ്റും. പക്ഷേ ഞാൻ ആ പച്ചമുളക് എടുത്ത് കഴിക്കും. ഒത്തിരി എരിവാണെങ്കിൽ അങ്ങനെ കഴിക്കത്തില്ല. ഇതിപ്പം ചെറിയ അധികം എരിവില്ലാത്തയാ. ഇടയ്ക്ക് ഈ പച്ചമുളക് കൂടെ ഒന്ന് കഴിക്കുമ്പം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തോന്നും കേട്ടോ. ചീനച്ചട്ടി വെച്ച് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി കടുക് ഇട്ട് ഇച്ചിരി ഉഴുന്ന് പരിപ്പ് ഇട്ടേ. കടുകിനേക്കാൾ ഇച്ചിരി കൂടെ കൂടുതൽ ഉഴുന്ന് പരിപ്പായിട്ടത്. എന്നിട്ട് നല്ലൊരു ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിച്ചേട്ടാ. ഉഴുന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു പ്രത്യേക മണമാണ്. ഉഴുന്നിൻ്റെ മണം കേൾക്കുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും. അതിൻ്റെ കൂടെ ആ കറിവേപ്പിലയുടെയും കൂടെ മണം, നല്ല ഫ്രഷ് കറിവേപ്പിലയാണെങ്കിൽ നല്ല മണമുണ്ട്. ഞാൻ ഈ ഉരുളൻകിഴങ്ങ് ഈ മത്തും കൊണ്ട് നമ്മൾ ഈ തൈര് കടയത്തില്ലേ, ഞാൻ ഇതും കൊണ്ടൊന്നും അല്ല തൈര് കടയുന്നത്. ഞാൻ മിക്സിക്കകത്തിട്ടാണ് അടിക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചതേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പണ്ട് ഞാൻ നാട്ടിൽ ഞാനും ഇങ്ങനെ ഈ തൈരും കൊണ്ട് ഇങ്ങനെ എന്ത് സമയം എടുക്കുമെന്നറിയാമോ. ഒരു മോര് ഇങ്ങനെ ആ തൈര് മോരാക്കാം. പിന്നെ അതിൽ നിന്ന് ആ വെണ്ണ ഇങ്ങനെ എടുത്ത്, അതും വെണ്ണ എടുക്കുന്നത് നമ്മുടെ പ്ലാവലേല. ഈ എത്ര സമയം എടുക്കുമെന്നറിയാമോ ഇങ്ങനെ കടഞ്ഞ് ഇങ്ങനെ എടുക്കാനായിട്ട്. അതൊക്കെ ആ മോര് കുടിക്കാൻ തന്നെ ഒരു എന്താ ടേസ്റ്റാണെന്നറിയാമോ. ഇച്ചിരി കറിവേപ്പിലയും ഉള്ളിയൊക്കെ ഇട്ട് കുടിക്കാൻ തന്നെ നല്ല ആ ഒരു ടേസ്റ്റ് ഇതുവരെ നമുക്ക് ഇവിടെങ്ങും കിട്ടിയിട്ടില്ല. ഇവിടെ എന്തുവാ അങ്ങോട്ട് മിക്സിയിലോട്ട് ഇടുക, അടിക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തു. എന്നിട്ട് ഞാൻ ചില സമയത്ത് ഗരം മസാല ചേർക്കും. ഇന്ന് പക്ഷേ ഗരം മസാല ചേർക്കാൻ മറന്നുപോയത്. അല്ലെങ്കിൽ ഒരിച്ചിരി ഗരം മസാല ഞാൻ ചേർക്കും. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇത്തിരി വെള്ളം ഞാൻ ഒഴിച്ചേ. കാരണം ആ മസാല നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് ഇടുമ്പോൾ അതൊന്ന് ആ മസാലയൊക്കെ ഉരുളൻകിഴങ്ങി പിടിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ ഉരുളൻകിഴങ്ങ് നന്നായി പൊടിഞ്ഞ് ഞാൻ ആ മത്തും കൊണ്ടൊന്ന് ഉടച്ചിട്ട് പിന്നെ വലിയ പീസൊക്കെ ഉള്ളത് കൈ കൊണ്ടൊന്ന് തൊടുമ്പോഴേ അതങ്ങ് ഉടഞ്ഞു വരുമായിരുന്നു. ആ പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇത് നല്ല അടിപൊളി. ഇവിടെ ഈ പ്രൈസൻ ഇതിനോട് അത്ര ചില സമയത്ത് ഇഷ്ടമാണ്, ചില സമയത്ത് ഈ ചെറുക്കൻ ഈ ഒരു ഉരുളൻകിഴങ്ങേ അവൻ അത്ര ചില സമയത്ത് ഇഷ്ടമല്ല. ചില സമയത്ത് തോന്നും ഇതിനൊക്കെ ഇല്ല ഓന്തിൻ്റെ സ്വഭാവമാണെന്നുള്ള. എനിക്ക് പക്ഷേ പൂരിയും ഈ ബാജിയും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പോളിനും ഇഷ്ടമാണ്, ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ഒരു കൊച്ചൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. അപ്പോൾ ഇതിലെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത്രയും നേരം മാവ് ഇങ്ങനെ ഇരുന്നു. ഞാൻ ഈ എക്സോസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവർ വല്ലാത്തൊരു അരോചകമായ സൗണ്ട്. അപ്പോൾ ഞാനൊരു 10 എണ്ണം ഉണ്ടാക്കി, ഇങ്ങനെ ഗോള ഉണ്ടാക്കിയിട്ട് 10 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പൂരി ഉണ്ടാക്കും.
അപ്പോൾ ചൂടോടെ പോയി. പോള് പൂരി ആയിട്ടും അവനന്ന് രാവിലെ കഴിക്കാതെ പോയി. അവന് ടിഫിൻ കൊടുത്തു വിടുമായിരുന്നു. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ചിലർക്കൊക്കെ അറിയാമല്ലോ ഇവിടെ ഒരു പൂച്ച വരുന്നത്, പ്രൈസനൊക്കെ വരുന്നുണ്ടെ ഞാൻ പറഞ്ഞില്ല ഈ ലിഫ്റ്റിൻ്റെ അകത്ത് അങ്ങിരിക്കുമെന്നൊക്കെ. കഴിഞ്ഞ ദിവസം ഇന്നലെ പോള് കോളേജിൽ നിന്ന് വന്ന ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ താഴെ പോവാം. ഞാൻ എന്തോടെ മേഘൽ വിളിച്ചു, പൂച്ചയ്ക്ക് എന്തോ സംഭവിച്ച്, ഞങ്ങൾ ഒന്ന് പോയി നോക്കട്ടെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കയറി വന്ന്. അപ്പം പിന്നെ ഏതോ ഒരു പെങ്കൊച്ച് അതിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നുകൊണ്ട് അതിനെന്തോ ആക്സിഡൻറ്റ് ഉണ്ടായി എന്നും പറഞ്ഞ് ഇവൻ പോയി. അപ്പോൾ ഇന്ന് വീണ്ടും ആ കൊച്ചൻ വിളിച്ചിട്ട് പറഞ്ഞ് സെക്കൻഡ് ഫ്ലോറിൽ ആ പൂച്ച ഉണ്ടോ എന്നൊക്കെ. പക്ഷേ അതൊരു സുന്ദരി പൂച്ചയായിരുന്നു, നല്ല ഇണക്കമുള്ള പൂച്ചയായിരുന്നു, പട്ടികളെങ്ങാണ്ട് കടിച്ചതിനെ. അപ്പോൾ ഇവരിന്നലെ ആ ഒരു പെങ്കൊച്ച് എവിടെയോ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞെന്ന് ജീവിക്കാൻ പ്രയാസമാണെന്നൊക്കെ. ഈ പിള്ളേർക്ക് എന്തോ ടെൻഷനായിരുന്നു, വിഷമമാണ്. പ്രൈസ് അറിഞ്ഞിട്ടില്ല. പ്രൈസിനറിഞ്ഞാൽ ഭയങ്കര വിഷമം. അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴെല്ലാം അതിനെ നോക്കി അതിനെ താലോലിച്ചെടുത്തിട്ടായിരുന്നു വരുന്നത്. പക്ഷേ അതൊരിണക്കമുള്ള പൂച്ചയായിരുന്നു. ഞാനിവിടെ ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ കാണും ആ ഗാർഡനിൽ കൂടെ അത് ഓടുന്നതും. പിന്നെ പിള്ളേരെല്ലാം ഇതിന് ആഹാരം കൊണ്ട് കൊടുക്കും. കാണാനും ഒരു നല്ല രസമുള്ള പൂച്ച. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മൽബറിക്ക പറിച്ചുകൊണ്ട് ഇന്നുണ്ടെ അതിലെ പോകുന്നത്, പ്രൈസൻ എൻ്റെ കൂട്ടുകാരെന്താ പോകുന്നതെന്ന്. ഒരു കണ്ടെണ്ണ ഒരു അറിഞ്ഞെണ്ണ എനിക്ക് പൂച്ചയൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഈ വീട്ടിൽ നമ്മളിങ്ങനെ വളർത്തുന്നുണ്ടെ അതിൻ്റെ പൂച്ചപ്പൂടെ അതൊക്കെ വീഴുമെന്നുള്ള ഇതുകൊണ്ടാണ്. പക്ഷെ അതൊരിണക്കമുള്ളൊരു പാവമായിരുന്നു. എന്തോ ചെയ്യാന, പട്ടി ഇങ്ങനെ പമ്മിയേ അത് നടക്കത്തുള്ളൂ കേട്ടോ, മനുഷ്യരുമായിട്ട് അങ്ങ് ഇണങ്ങി. അന്നേരം അങ്ങനെ കണ്ട് പട്ടികൾ എന്തോ കടിക്കുകയോ എന്തെങ്കിലും ചെയ്തതാണ്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഫ്ലോറിൽ ചെന്ന് നോക്കിയോണ്ടേ ആ സെക്കൻഡ് ഫ്ലോറിൽ ഞാൻ പറഞ്ഞില്ലേ, ആ വീട്ടിൽ ഒരു 3-4 പൂച്ചകളെ വളർത്തുന്നുണ്ടവർ. അപ്പോൾ അവർ ആ അവരുടെ കതകിൻ്റെ വാതിക്കെ കുറച്ച് വെള്ളവും ഒരു ബോക്സ്, ഒരു കാർഡ്ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് പൂച്ചയ്ക്ക് കിടക്കാനോ അങ്ങനെയൊക്കെ. അപ്പം ചെന്ന് നോക്കിയോണ്ടേ അവിടെ ഇല്ല. പക്ഷേ ഇന്ന് പൂരി അങ്ങനെ ചിലതൊന്നും അങ്ങനെ പൊങ്ങി വന്നില്ല, ഇങ്ങനെ പപ്പടം പോലെ ആയതേ ഉള്ളൂ. ചിലതാണെങ്കിൽ നല്ല ഇതായിട്ട് പൊങ്ങി ഇങ്ങനെ വരും. ഉണ്ടാക്കി ഞാൻ പിന്നീട് അടിക്കേറി ചാനിങ് അവർക്കൊക്കെ കൊടുത്തു. പ്രൈസനോട് ചോദിച്ചാണെങ്കിൽ അവന് അപ്പം വേണ്ടാന്ന് പറഞ്ഞു, ഫാസ്റ്റിങ്ങാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു, വേറെ ഒന്നുമില്ല ഇവിടെ, ഞാൻ തരത്തില്ല ഒന്നും. എന്തോ കൊടുക്കുന്നത് ബിസ്ക്കറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇത് വേണമെങ്കിൽ കഴിക്കാൻ പറ. അങ്ങനെ ഗതികെട്ട് പിന്നെ അവസാനം കഴിച്ചു. പിന്നെ ഞാനും കഴിക്കാനായിട്ട് എടുത്തു. അപ്പം ഞാൻ ഈ പച്ചമുളകല്ല ഇതിൻ്റെ തൊണ്ടയിലും, ഞാൻ പറഞ്ഞ എരിവൊട്ടും ഇല്ലാത്തതാണ്. പക്ഷേ എല്ലാം ഒന്നും ഞാൻ തിന്നില്ല കേട്ടോ. അങ്ങനെ പൂരിയും കൂടെ കഴിച്ചിട്ട് പിന്നെ ഞാൻ ബീൻസ് അരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പം ബീൻസ് തോരൻ വെക്കാമെന്ന് വെച്ച് ഇന്നിപ്പം ഞാൻ പറയില്ല, ഞാനെന്നും ബീൻസ് ചെയ്യുന്നത് എല്ലാം കൂടെ അതിൻ്റെ അകത്ത് ഇട്ടങ്ങ് ഇളക്കുമല്ലേ ചെയ്യുന്നത്. ഇന്ന് പക്ഷേ അങ്ങനെയല്ല ചെയ്തത്. ഇന്നാൾ ചെയ്തതുപോലെ ഓയിലൊഴിച്ച് കടുകിട്ടിട്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് സവാളയൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ബീൻസ് ഇട്ട് അതിനെ ഒന്ന് വഴറ്റി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ലാസ്റ്റിലാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തത്. ബീൻസ് അന്ന് 1 കിലോ കൊണ്ടുവന്നത് ബീൻസും ഞാൻ അന്ന് മൊത്തം അരിഞ്ഞ് വെച്ച്, അതുകൊണ്ട് എനിക്ക് 2 തീരെയായിട്ട് എടുക്കാം. അതുപോലെ കാബേജും ഒരു വലിയൊരു കാബേജായിരുന്നു. അപ്പോൾ ആ കാബേജ് എനിക്ക് ഫ്രിഡ്ജ് വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ആ കാബേജ് ഒരു 3-4 ദിവസം വെളിയിലായിരുന്നു. അപ്പോൾ 3-4 ദിവസം വെളിയിലായപ്പോഴത്തേക്കിന് ഇപ്പം നല്ല ചൂടുവാണല്ലേ, അപ്പം പുറത്തെ 1-2 ഇല അങ്ങ് മഞ്ഞ പോലായി. പിന്നെ ഞാൻ സമയമുള്ള സമയത്ത് അത് മൊത്തം അരിഞ്ഞു വെച്ച്. അതുകൊണ്ട് കാബേജും എനിക്ക് 2 തീര തോരൻ വെക്കാനുണ്ട്. അപ്പോൾ ബീൻസ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയിട്ട് പിന്നെ ഇത്തിരി ഒന്ന് എണ്ണയിലിട്ടിങ്ങനെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇച്ചിരി മുക്കാലും വെന്തു. ഇനി ഞാൻ ഇതിൻ്റെ നടുക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അമക്കി വെച്ച് ചെറിയ രീതിയിൽ അവിടെ കിടക്കട്ടെ. അപ്പോൾ ആ തേങ്ങയൊക്കെ ഒന്ന് വാടി വരട്ടെ. മീനച്ചാർ ഞാൻ കുറച്ചേ ഉള്ളൂ, കുറച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഒരാൾ അർജൻറ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇട്ടതാണ്. അവർക്ക് കൊടുത്തതിൻ്റെ ബാക്കി കുറച്ച് കാണും. ആർക്കെങ്കിലും വേണമെങ്കിൽ ആദ്യം ഓർഡർ വരുന്നതനുസരിച്ച് ഞാൻ ഒരു 1 കിലോ എങ്ങാനും ബാക്കി കാണുമായിരിക്കും. ഇവിടെ ഇപ്പോൾ കേരമീനെ കാണാനില്ല, അതാ ഈ കുഴപ്പം. മീനച്ചാറാണ് മിക്ക ആൾക്കാർക്കും വേണ്ടിയത്. അപ്പം മീനില്ലാതെ എന്തോ ചെയ്യും. നേരത്തെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടാണ് നമുക്ക്. നാട്ടിലാണെങ്കിൽ പിന്നെയും ഒരിടത്തല്ലെങ്കിലും മറ്റൊരിടത്തുനിന്ന് കിട്ടും. ഇവിടെ ഒത്തിരി ദൂരെ പോവുകയാണെങ്കിൽ എനിക്ക് ഈ ട്രാവലിങ്ങിന് പറ്റത്തില്ല, അറിയിച്ചാൽ നോക്കിയെടുക്കാൻ അറിയത്തില്ല. അതുകൊണ്ടുള്ള കുഴപ്പം. അല്ലെങ്കിൽ നമുക്കും കിട്ടും. ഇവരൊക്കെ ഈ മാർക്കറ്റുകാരൊക്കെ അവിടെ പോയാണ് എടുക്കുന്നത്.
ഈ വണ്ടിക്കാരൻ്റെ അടുത്ത് പറഞ്ഞാൽ അയാൾ കൊണ്ടുവരും, അയാൾ അന്യായ വില എടുക്കും. പിന്നെ നമ്മൾ ഈ വിലയ്ക്ക് ഞാൻ കൊടുത്താൽ എനിക്ക് ഒന്നും അതിലൊരു ലാഭവും കിട്ടത്തില്ല. അതുകൊണ്ടാണ് പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങിക്കാത്തത്. അയാൾ പറഞ്ഞാൽ കൊണ്ടുവരും. കാരണം തല സഹിതമല്ലേ നമുക്ക് പിന്നെ കിലോ കണക്കിനല്ലല്ലോ തരുന്നത്. ആ ഒരു മീനിൻ്റെ വിലയാണ് അവർ പറയുന്നത്. അവരവിടുന്ന് കിലോ കണക്കിനാണെങ്കിലും നമുക്ക് മാംസമായിട്ട് തരത്തില്ല, തലയോടുകൂടിയാണ് തരുന്നത്. പിന്നെ ആ തലയുടെ എല്ലാം വെയിറ്റ് പോയി പിന്നെ നമുക്ക് എന്തോ കിട്ടും, ഇടയിലോട്ട് അന്യായ വിലയും തന്നു. അപ്പം ഞാൻ ബീൻസ് തോരൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വെക്കുന്നത് ടൊമാറ്റോ കറിയാണ് കേട്ടോ. ഞാൻ ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കഴുകിയിട്ട് അതിൻ്റെ അകത്ത് പച്ചമുളകും സവാളയും കൊടുന്ന് വഴറ്റി ആദ്യമേ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മീഡിയം സൈസിൽ ഒരു 4 ടൊമാറ്റോ ഇങ്ങനെ നീളത്തിൽ കീറി അതൊന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ നേരത്തെയൊക്കെ ചെയ്യുന്നത് ഇത് പച്ചവെള്ളം ഒഴിച്ച് വേവിക്കുമായിരുന്നു. അങ്ങനെ അതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ നമ്മൾ വഴറ്റി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാനത് ഇച്ചിരി നേരം അതൊന്ന് അടച്ചു കൊടുത്തു, ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ടെ. അപ്പം എന്താണ് ടൊമാറ്റോ നന്നായിട്ട് അങ്ങ് വെന്തുടഞ്ഞ്. ടൊമാറ്റോ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്പൂണും കൊണ്ട് ഉടയ്ക്കാവൂ. സ്പൂണും കൊണ്ട് ഉടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെന്തില്ല, സ്പൂണും കൊണ്ട് ഉടച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എത്ര വേവിച്ചാലും അതങ്ങോട്ട് വേവാൻ താമസം എടുക്കും. അതുകൊണ്ട് നന്നായിട്ട് വെന്തതിന് ശേഷമേ ഇങ്ങനെ സ്പൂണും കൊണ്ട് ഉടച്ച് കൊടുക്കുക. ഇവിടെ പീസ് ഇങ്ങനെ കിടക്കുന്ന ഇപ്പോൾ ഇവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ മൊത്തം ഉടച്ച്. ഇച്ചിരി ടൊമാറ്റോയുടെ പീസ് കിടന്നാൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് കുറച്ച് ഉടച്ചാൽ മതിയേ. അപ്പം കുറച്ച് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് അരച്ച് അരപ്പൊടി ചേർക്കുക. അപ്പം ഞാൻ ഈ ഇത്രയും ടൊമാറ്റോ എടുത്തിട്ടും അതിനങ്ങോട്ട് പുളിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി തൈര് ഉടച്ച് ഇച്ചിരി മോരായിട്ട് ചേർക്കും ഞാൻ. എന്നാൽ ഇന്ന് അത് ചേർക്കണ്ട, ഇതിൻ്റെ പുളി മതിയെന്നും പറഞ്ഞാൽ ഇരുന്നത്. പക്ഷേ നോക്കിയ ഉടനെ അതിന് പുളി ഇല്ലാതായിപ്പോയി. അപ്പോൾ അരപ്പൊക്കെ നന്നായി തിളച്ച് ഞാൻ നോക്കിയിട്ട് പറഞ്ഞില്ലേ പുളി കുറവായിരുന്നെന്ന്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി തൈര് ഉടച്ച് ഇത് ചേർക്കുന്നുണ്ടേ. ഇനി അധികം ഞാൻ ഇച്ചിരി നേരം ഒന്ന് തീ കുറച്ചിട്ട് ഇച്ചിരി ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ, അല്ല തിളപ്പിക്കുന്നില്ല. എന്നിട്ട് ലാസ്റ്റിൽ കടുകൂടെ വറുത്ത് ചേർക്കാം. ഞാൻ ഉലുവാപ്പൊടി ഇടാൻ മറന്നുപോയി, ഞാൻ ഇപ്പോഴാണ് ഇച്ചിരി ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഈ കറി അധികം ഉണ്ടെങ്കിൽ പിന്നെ വെളിയിൽ വെച്ചാൽ പന്നലാവും, നമ്മൾ തേങ്ങയൊക്കെ അരച്ചത് കൊണ്ട്. അതേസമയം മോരുകറി 2-3 ദിവസം വെളിയിൽ വെച്ചാലും കുഴപ്പമില്ല. ഞാനിത് വൈകിട്ട് ബാക്കിയുള്ളതങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. നല്ല ചൂടും അല്ലേ ഇപ്പം, ടൊമാറ്റോയൊക്കെ ആയതുകൊണ്ട് പന്നലാവും, കേടാവും. ഇനി ഞാനങ്ങ് തീ ഓഫ് ആക്കുവാണേ. ആ ചട്ടിയുടെ ചൂടിലങ്ങ് ഇരുന്നാൽ മതി. കാരണം തൈരൂടെ ചേർത്തുകൊണ്ട് ഇനിയും തിളയ്ക്കുവാണെങ്കിൽ അത് പിരിഞ്ഞതുപോലെ ആവും. ഇപ്പോൾ ഓയിലൊഴിച്ച് ഇത്തിരി കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് 2 വറ്റൽമുളക് ഒന്ന് മുറിച്ചിടുന്നുണ്ട്. ഞാനങ്ങനെ വറ്റൽമുളക് ചേർക്കാറില്ല. ഈ കഴിഞ്ഞിടെ ഞാൻ വറ്റൽമുളക് വാങ്ങിച്ചതാണ് ഇങ്ങനെ കടുക് വറുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ. ആ കടുക് വറുത്ത വറ്റൽമുളക് നിങ്ങൾ കഴിക്കുമോ? ഞാൻ കഴിക്കും കേട്ടോ, എനിക്കിഷ്ടമാണ് അത്. നന്നായിട്ട് മൂത്തിരിക്കുന്ന വറ്റൽമുളക് കറിയിൽ നിന്ന് എടുത്ത് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് സവാളയും കൂടെ ചേർത്തിട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് മൂത്ത് വരുമ്പം കറിയിൽ ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.